എടാ അപ്പു, എനിക്ക് നല്ലോണം പേടിയാവുന്നുണ്ട് കേട്ടോ എക്സാമിന്. നീ ഒക്കെ പഠിച്ചിട്ടില്ലേ? അങ്ങനെ ചോദിച്ചാ പഠിച്ചിട്ടൊന്നുമില്ല. ഒരു 2-3 മാത്രം പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഓവറായിട്ട് പഠിക്കാൻ എന്നോട് പറ്റിയിട്ടില്ലായിരുന്നു ഇന്നലെ. നീ നോണ പറയാ. എല്ലാ പരീക്ഷയ്ക്കും നീ ഇങ്ങനെ പറയും. പക്ഷെ നിനക്ക് ഫുൾ മാർക്ക് ഉണ്ടാവും. നീ പഠിച്ചിക്കണേ. നിന്റെ മുഖം കണ്ടാൽ മനസ്സിലാവും. സത്യമായിട്ടും ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് ഇന്നലെ ഭയങ്കര തലവേദന ആയിരുന്നു. എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ലടാ. നീ പഠിച്ചിട്ടുണ്ടല്ലോ. ഞാനേ നിന്നെയാണ് ആശ്രയിക്കുന്നേ. എന്നാ പിന്നെ നീ 10 പാസ്സായത് തന്നെ. അതെന്താ മനു നീ അങ്ങനെ പറയുന്നേ? നീ ഒന്നും പഠിച്ചിട്ടില്ല? ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ ഒന്നും പഠിക്കാറില്ല. അത് നിനക്ക് അറിഞ്ഞൂടെ? ഞാൻ നിന്നെ ആശ്രയിച്ചിരിക്കാം. അപ്പൊ നീ പഠിച്ചിട്ടില്ല പറഞ്ഞ എനിക്കത് ഭയങ്കര വിഷമാവൂലേ? എന്നാ പിന്നെ നമ്മൾ രണ്ടാൾ പോട്ടു. ഉറപ്പാ ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഹിന്ദിയിലെന്ന എക്സാമേ. എനിക്കാണെങ്കിൽ ഹിന്ദി ഒന്നും അറിയില്ല. അഭിനയ സിംഹമേ, നീ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ട് എന്നോട് പറയും പഠിച്ചിട്ടില്ലാന്ന്. നിന്റെ അതൊക്കെ നിന്നെ മനസ്സിൽ വെച്ചാ മതി. എന്താടാ നീ ഇത്രയും ആലോചിക്കുന്നേ? അത് പിന്നെ നീ പഠിച്ചിട്ടില്ലല്ലോ. അപ്പോ ഞാൻ ഇന്നലെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ആലോചിക്കുക. ആണോ? എന്നാ പെട്ടെന്ന് ആലോചിച്ചൂട്. എന്താ ഈ ബെല്ലടിക്കാത്തേ? ബെല്ലടിക്ക ഇത്ര പൂതിയാണോ നിനക്ക്? അതല്ല, ബെല്ലടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ അങ്ങ് അതെന്തെങ്കിലും കാട്ടാലോ എന്ന് വിചാരിച്ചിട്ടാ. ഇതിങ്ങനെ അത് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണല്ലോ. ശരിയാ. ഡാ അപ്പു, അപ്പു എന്താടാ? എനിക്ക് കുറച്ച് ഡൗട്ട് ചോദിക്കാണ്ട്. ഇങ്ങോട്ട് വന്നേ. അയ്യോ ഇതാ വരുന്നേ. ദേ അവൻ പോയി. കുറച്ചേരം കൂടി സംസാരിക്കായിരുന്നു. എനിക്ക് പേടിയാവുന്നുണ്ട്. ഇനി അവൻ പഠിച്ചിട്ടില്ല. ഇനി ഹേയ് പഠിക്കാതെ വരില്ല. ചിലപ്പോ ഒരു പേജെങ്കിലൊക്കെ മറിച്ചിട്ടുണ്ടാവില്ല. അതായിരിക്കും ഇങ്ങനെ പറയുന്നേ. അല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ എന്താ? പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അവനക്ക് എന്തായാലും ഉത്തരം കിട്ടും. അങ്ങനെയെങ്കിലും ഞാൻ എഴുതാം. അല്ലാതെ എന്താ, ജസ്റ്റ് പാസ്സായെങ്കിലും മതിയായിരുന്നു ഞാൻ. നാൻസി, നാൻസി എന്താ? അഞ്ജലിനെ കണ്ടാ പറയോ ഒന്ന് പഠിക്കാതെ ഇരിക്കാന്ന്? നെഹി നെഹി. അല്ലടി നീ എന്താ ഹിന്ദിയിലൊക്കെ സംസാരിക്കുന്നേ? അല്ലടി പിന്നെ നേരത്തെ എക്സാം ഹിന്ദി. ഓ ഓ ഓ അതായിരിക്കും. അല്ല ഈ നെഹിന്ന് പഠിച്ചോണ്ട് വല്ല കാര്യമുണ്ടോ? കാര്യമുണ്ടോന്നോ? എന്റെ പൊന്നെ, ഈ നെഹി പഠിച്ചാൽ എല്ലാവർക്കും ചേർത്തെടുക്കാനേ. എന്നാ പിന്നെ ഹിന്ദിയിലെ ആകെ വേർഡ് പഠിച്ചാ പോരെ? നെഹി മതി, അത് തന്നെ പഠിച്ച ധാരാളം. എടി മഞ്ജു, ഞാൻ കാര്യം പറയട്ടെ. നമുക്ക് കോൺവെർസേഷൻ ചോദിച്ചാലേ അവിടെ എഴുതി കൊടുക്കാം. പിന്നെ നമ്മുടെ പടുക്കഥ ചോദിച്ചാൽ അവിടെ എഴുതി കൊടുത്തൂടെ? ഓക്കെ ഓക്കെ, സംഭവം ശരിയാ. ഈ പടുക്കഥയൊക്കെ എന്താ? എനിക്കറിഞ്ഞൂടാ. എന്തോ ഒരു സംഭവമാണത്രേ. കുറെ എഴുതി ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. എന്താ ദൃശ്യ സമയസ്ഥാനം എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതങ്ങ് എഴുതി കൊടുത്താൽ കറക്റ്റ് ആയിട്ട് നമുക്ക് 4 മാർക്ക് കിട്ടുന്ന പറയുന്നേ. ഭയങ്കര സിമ്പിൾ ആണത്രേ. എടി ദുഷ്ടത്തി, അപ്പൊ നീ ഇതൊക്കെ പഠിച്ചില്ലേ? ജന്തനോട് പറഞ്ഞേ ഒന്നും പഠിച്ചില്ലാന്ന്. ഞാനും വിചാരിച്ചു പഠിച്ചിട്ടില്ല വിചാരിച്ചിട്ട്. ഞാൻ നല്ല ബിഗ് ബോസ് കണ്ടടി. ബിഗ് ബോസോ? ബിഗ് ബോസ് എന്നാ തുടങ്ങിയേ? എടി മരഭൂതമേ, ഈ അല്ലേ എന്ന് കാണലുണ്ട് പറഞ്ഞിട്ട് ജിന്നോട് പറയല്. ഇപ്പൊ ഈ കാണാതെ പഠിക്കലല്ലേ? ആയിക്കോട്ടെടി ആയിക്കോട്ടെ. ബിഗ് ബോസ്? ബിഗ് ബോസ് ഞാൻ കാണാറുണ്ടല്ലോ. എന്നാലേ അതിൽ ആരൊക്കെ വന്നെന്ന് പറഞ്ഞേ. അയ്യോടി അത് എനിക്ക് അറിഞ്ഞൂടാ. അതില് മോഹൻലാലില്ലേ? മോഹൻലാലില്ല, സുരേഷ് ഗോപി അല്ലേ? അല്ലേ പിന്നെ അവളൊരു ഞാനൊന്നും പറയുന്നില്ല. എടി മണ്ടി, അതൊക്കെ വിട. ഞാൻ പറഞ്ഞേക്ക, ഹിന്ദിയിൽ പെട്ടെന്ന് മാർക്ക് എടുക്കാൻ പറ്റും. കാരണം ആ പടുക്കഥയിൽ പാരഗ്രാഫിൽ ചോദിക്കുന്ന കുറെ കാര്യങ്ങളില്ലേ, അതൊന്നും എഴുതി കൊടുത്താൽ മതി. ഭയങ്കര സിമ്പിൾ ആണ്. ഈ 4 മാർക്ക് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? എടി ഈ 4 മാർക്ക് കിട്ടാലേ ബാക്കി 32 മാർക്ക് കിട്ടാൻ വലിയ പണിയുണ്ടോ? ബാക്കിയിൽ മൊത്തം പാരഗ്രാഫ് നോക്കിയിട്ടാ ചേരുമ്പോഴേക്കാണെങ്കിൽ അത് അവളോട് ചോദിച്ചാൽ മതി, അഞ്ജലിനോട്. അത് അവളാണ് പറഞ്ഞു തരും നമുക്ക് തോന്നുന്നു. തോന്നലല്ല, പറഞ്ഞു തരൂല. അത്ര തന്നെ. പറഞ്ഞു തരൂലാന്നോ? ഒന്ന് പോടി. നമുക്ക് വല്ല മഞ്ചോ ഡയറി മിൽക്ക് വെച്ചിട്ട് ഒതുക്കി കൊടുക്കാനേ. അവളിപ്പോ ഒതുങ്ങിയേ തന്നെ. ഒന്ന് പോടി. അവൾ അലക്കി പറഞ്ഞുതരും. ഞാനാ പറയുന്നേ. അല്ലെങ്കിൽ നമ്മൾ ലെക്ക് പോലെ കിട്ടും 4 മാർക്ക്. അത്ര തന്നെ. പിന്നെന്തായാലും ഡൗട്ട്? പിന്നെ മറ്റേ വിശേഷണ ശബ്ദം, അത് വലിയ പണിയുണ്ടോ? ഫസ്റ്റ് അക്ഷരം എഴുതി കൊടുത്താൽ മതി. അത് കഴിഞ്ഞില്ലേ പിന്നെ ഏതാ? അങ്ങനെ വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നില്ല ഹിന്ദി. എനിക്ക് എന്തായാലും A+ ഉറപ്പാ. എടി ഞാനില്ലേ നിന്റെ സൈഡിലായിട്ട് ഇരിക്കുന്നേ. അപ്പോ ഇതൊക്കെ എനിക്ക് പറഞ്ഞാ മതി. അല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയണ്ട. നല്ല ഇൻവിജിലേറ്റർ ആണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇടാം. പക്ഷേ അങ്ങനത്തെ ഒരാളെ കിട്ടുമോ? കിട്ടുമായിരിക്കും. ഭാഗ്യം പോലെ ഇരിക്കും. എനിക്കത് നല്ലോണം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ആരോടും പറയണ്ട. നോക്ക്, അവളെ വിളിക്കാൻ അഞ്ജലിനെ. ഇപ്പൊ തന്നെ സെറ്റാക്കി വെച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അത് പോയിന്റ്. അഞ്ജലി, അഞ്ജലി എന്താ? പിന്നല്ലേ നിനക്കറിയാലോ ഞങ്ങളുടെ കാര്യം. എടി നീയില്ലേ ഞങ്ങൾക്ക് ജയിക്കാനുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഓ നാൻസി, ജയിക്കാനുള്ളതല്ല മുഴുവനും. അഞ്ജു നിക്കണ്ട മഞ്ജു. പിന്നെ എല്ലാം ഞാൻ പറഞ്ഞുതരാലോ. നീ എല്ലാ വർഷം ഇതന്നെ പറയലേ, പക്ഷെ നീ പറഞ്ഞുതരാറില്ല. ഇന്നെന്തായാലും പറഞ്ഞുതരണം. ഉറപ്പ്. നീ പഠിച്ചിട്ടുണ്ടാ? അതെന്താ ചോദ്യടി? അഞ്ജലി പഠിക്കാതെ വരുവോ? ഇല്ലടി, ഒന്നും പഠിച്ചിട്ടില്ല. എന്താ അറിയില്ല, എന്നിട്ട് തീരെ മൂടില്ലായിരുന്നു. ജയിച്ചാ ജയിച്ച്.
എടി അങ്ങനെ പറയില്ലേ, നിന്റെ കയ്യില അതേപോലെ നിന്റെ പരീക്ഷ പേപ്പറില ഞങ്ങളെല്ലാരും A+ ഉള്ളത്. നിങ്ങൾക്ക് എന്താ പണി? നീ പഠിക്കാറൊന്നുമില്ല വീട്ടില്? അതൊരു നല്ല ചോദ്യമാണോടി. അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഞാൻ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നിനക്കെന്താ? ഞാൻ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നിനക്കൊന്നും വരാൻ പോകുന്നില്ലല്ലോ. അതേപോലെ തന്നെയാണല്ലോ ഞാനും പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ. അങ്ങനെ പറയല്ലേ, നീ പഠിച്ചാലേ ഞങ്ങൾക്ക് ഗുണമുണ്ടാവും. അപ്പു എന്താ? കൈവിടല്ലോ, ഉത്തരം പറഞ്ഞു തരണേ. ഹാ, പറഞ്ഞു തരാടാ. ഞാൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. എല്ലാവരോടും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഞാനൊരു പൊളി വിളിക്കും. എല്ലാ പാടും ഞാൻ ഭയങ്കര രീതിയിൽ റിപ്പീറ്റ് അടിച്ചിട്ട് റിവിഷൻ എടുത്തിട്ട് ഞാൻ വരുന്നത്. ദൈവമേ, പഠിച്ചതൊക്കെ വന്നാൽ മതിയായിരുന്നു. അതേപോലെ തന്നെ എന്റെ തലയിൽ എപ്പോഴും വന്നാൽ മതിയായിരുന്നു പഠിച്ചതൊക്കെ. അതൊരിക്കലും വരാതിരിക്കില്ല. ഞാൻ ഭയങ്കര സ്മാർട്ട് അല്ലേ. എടി മഞ്ജു, ഇൻവിജിലേറ്റർ എപ്പോഴാ വരിക? ഓ, ടീച്ചർ ഇപ്പൊ വന്നോളും, ഇങ്ങനെ ചലക്കാതെ. എടി, ഏത് ടീച്ചറാണ്? മുഖഭാവം കണ്ടിട്ട് ഞാൻ അങ്ങ് പറഞ്ഞു തരാം. അതുകൊണ്ടാ. നിനക്ക് അതിനുള്ള കഴിവ് കണ്ടാ? ഉണ്ട്. എനിക്കൊരാളെ മുഖം കണ്ട മനസ്സിലാവും അവര് എത്ര കാര്യങ്ങളാണെന്ന്. എന്നാ കുഴപ്പമില്ല. അല്ല മഞ്ജു, നിന്റെ ആ ഭാഗത്ത് ആരും ഇരിക്കാനില്ല നിന്റെ ആ സൈഡില്? ഓ, അത് പിന്നെ ഏതോ സ്ക്രൈബ് കുട്ടിയാന്ന് തോന്നുന്നു. എന്നാ ഞാൻ അവിടെ ഇരിക്കട്ടെ. എനിക്കാണെങ്കിൽ ആ പെണ്ണിന്റെ അഞ്ചലിന്റെ പിന്നിൽ നിന്നിട്ട് എഴുതും ചെയ്യാം, അവളോട് ചോദിച്ചും ചെയ്യാം. ഇതിപ്പോ ഇവിടുന്ന് അവിടേക്ക് എത്താറ ഭയങ്കര പാടാടി. അഞ്ഞോ, പിന്നെ എന്താ ഈ രജിസ്റ്റർ നമ്പർ തന്നിരിക്കുന്നേ? അല്ല പിന്നെ, ഓ അങ്ങനൊരു സാധനം ഉണ്ടല്ലേ, അതൊക്കെ ഞാൻ മറന്നു. അതിനെങ്ങനെ നല്ല മൊത്തം പഠിച്ചു വന്നിക്കല്ലേ, അതുകൊണ്ട് അത് മറക്കുമല്ലേ. എന്താ മഞ്ജു ഇങ്ങനെ സംസാരിക്കുന്നേ? നിന്റെ സംസാരം കേട്ടതാണോ? ഞാൻ നല്ല ബുക്ക് മൊത്തം അങ്ങോട്ട് കാണാൻ പാടെ പഠിച്ചു വന്നിരിക്കാനോ ഒലക്കാണ്. ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ലേടി. മനസ്സിലാവണ്ട് രാവിലത്തെ സംസാരം കേട്ടപ്പോ. അല്ല മഞ്ജു, നിനക്ക് പഠിച്ചിട്ടായിരുന്നോ? നീ എന്തിനാ ഞാൻ പഠിച്ചു നോക്കിയിരിക്കുന്നേ? ഞാൻ ചിലവ് പഠിക്കും, പഠിക്കൂല, അതെന്റെ ഇഷ്ടല്ലേ. നീ വേണം നിനക്ക് മാർക്ക് കിട്ടണമെങ്കിൽ നീ പഠിച്ചോ. ഇനി മുതൽ ഞാൻ പഠിക്കണ്ട കേട്ടോ. നിനക്ക് ഒറ്റൊന്നും പറഞ്ഞില്ല. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വിഷമം. അതുകൊണ്ട് ഇനി അങ്ങനെ പറയല്ല കേട്ടോ. ദൈവമേ, നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചറായ മതിയാണ്, അല്ലെങ്കിൽ ഇറ്റികൾ മൊത്തം എന്നോട് ചോദിക്കും. ഇപ്പൊ അവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തന്നെ ഒലക്കെ പറഞ്ഞെടുക്കും. ഞാൻ നല്ല കഷ്ടപ്പെട്ട് പഠിച്ചത് ഇവർക്ക് പറഞ്ഞെടുക്കാനാണോ? നെഹി. അതുകൊണ്ട് ഇന്ന് ഞാൻ മൊത്തം എഴുതും. ഡയറിന്റെ ഫോർമാറ്റും ലെറ്ററിന്റെ ഫോർമാറ്റും എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. കവിതന്റെ ആശയം എല്ലാ കവിതയും പഠിച്ചോണ്ട് ഏത് വന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല. 4 മാർക്ക് അതിന് ഉറപ്പാ. എടി, എങ്ങനെയാണ് ടീച്ചറാ? ഒന്ന് പറഞ്ഞേ. പ്രായമുണ്ട. എന്റെ പോലെ എന്ത് വലിയ അറിവാലേ. എടി മണ്ടി, അതിപ്പോ എനിക്ക് അറിഞ്ഞൂടെ അത് പ്രായമുണ്ടോന്നാ? സ്വഭാവം ഞാൻ പറയാം. എനിക്ക് തോന്നുന്നത് ഒരു പാവ ടീച്ചറെന്നാ. പ്രത്യേകിച്ച് ഈ പ്രായമായവര് ചെറുതായിട്ടൊക്കെ പാവ ടീച്ചേഴ്സ് ആയിരിക്കും. എന്ന് വെച്ചാല് അമ്മമാർ സ്വഭാവം ഉണ്ടാവത്രേ. അതുകൊണ്ട് പാവം ടീച്ചറായിരിക്കും. കണ്ടറിഞ്ഞൂടെ? പിന്നെ പ്രായല്ലേ, അങ്ങനെ കാണുന്നുണ്ടാവില്ലേ? കണ്ണട വെച്ച് കണ്ടില്ലേ? അതുകൊണ്ട് അങ്ങനെ കോപ്പിടിക്കുന്ന കാണണ്ടാവില്ല. പോരാഞ്ഞിട്ട് നല്ല കൂർക്കം വെച്ച് ഓർമ്മിച്ച് നമുക്ക് സുഖമായിട്ട് കോപ്പിടിക്കാം. നീ പറഞ്ഞത് കറക്റ്റ് ആണോ? അതെ. ഇന്നൊരു പൊളിക്കും ഞാൻ. ദേ, എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞേക്കാം. തുണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് പുറത്ത് കളഞ്ഞേക്കണം, മനസ്സിലായല്ലോ? പ്രായമായി വിചാരിച്ചിട്ട് ഞാനൊരു പൊട്ടിയാണെന്ന് കരുതരുത്. കുറെ എക്സാം ഹാള് കണ്ടിട്ടുള്ളവളാ ഞാൻ. അതുകൊണ്ട് ബാക്ക് ബെഞ്ചിൽ അയച്ചിട്ട് കോപ്പി അടിക്കാൻ വലിയ സുഖമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലായിടത്തും ഞാൻ ഉണ്ടാവും. പിന്നെ ചോദിക്കും പറഞ്ഞ അതില്ലല്ലോ, അതെനിക്ക് തീരെ ഇഷ്ടമില്ല. അതുകൊണ്ട് മര്യാദയ്ക്കും മര്യാദ അതുണ്ടായിരിക്കണം. പേപ്പർ ഇപ്പോൾ കിട്ടും, പേപ്പർ കിട്ടുന്നു, നോക്കുന്നു, എഴുതുന്നു. വേറെ ഒരു സംസാരം ഉണ്ടാവരുത്. എങ്ങാനും മക്കളെടുത്താ ഉണ്ടായാലേ പിന്നെ വേറെ ആയിരിക്കും വഴി. അതേതാ മിസ് വഴി? പേരുവഴി അല്ലാതേതാ? വല്ലാത്തൊരു മൂരാജ് സാധനം തന്നെ. എന്ത് ചെയ്യും? നാൻസി, നിന്റെ പ്രവചനം കൊള്ളാട്ടോ. അയ്യോ, ആദ്യമായിട്ട് ഞാൻ സംഭവിക്കുന്നേ. സത്യമായിട്ടും നാളെ ടീച്ചർ പോലെ എനിക്ക് തോന്നിയതാ. ഇപ്പൊ തോന്നുന്നു ദേശീയക്കാരിയാന്ന്. സാരല്ലേടി, എന്തായാലും പഠിച്ചു തന്നെ എഴുതിക്കോ, വേറെ വഴിയില്ലല്ലോ. ഓ എടാ മോനെ, ഇത് ഞാൻ ഒപ്പിട്ടെ. നിന്റെ രജിസ്റ്റർ നമ്പറും അതുപോലെ നിന്റെ ഒപ്പ് വന്നിട്ടെ. ശരി. ഇതെന്താ വല്ല കഴിക്കാൻ വല്ല സാധനമാണോ? സമൂസ ആയാ മതിയായിരുന്നു. നാൻസി, ഒന്നിന്റെ ആൻസർ എന്താ? നാൻസി, ഒന്നിന്റെ ആൻസർ പറ. ദേ അവിടെ എന്തൊരു ബഹളം? ഞാൻ പറഞ്ഞിട്ടുണ്ട് ചോദിച്ച് എഴുതരുതെന്ന്. അറിയാവുന്ന എഴുതിക്കോ. അല്ല പിന്നെ അവൾക്ക് ഞാൻ കാണിച്ചെടുക്കേ. ഞാൻ ഇന്നലെ കുറേ പഠിച്ചാണ്. ഇനിയിപ്പോ ഇയാൾ കാണിച്ചെടുത്താലേ ഞാൻ പഠിച്ചത് വേസ്റ്റ് ആവൂലേ? എന്തോരം എഴുത്താ നാൻസി ഇത്? എടി കുറച്ച് പറഞ്ഞു താ, കാണിച്ചു തരാം ഞാന്. മഞ്ജു എന്താ? 2 എന്താ അറിയോ? ഞാൻ 4ാമത്തെ എഴുതിയിരിക്കുന്നെ. എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ നിനക്ക് 1 കിട്ടിയിട്ടുണ്ടല്ലേ? എന്നാ 1 പറഞ്ഞതാ. അത് 1ാമത്തെ തന്നെയാണ്. ഞാനീ അപ്പൂന്റെ നോക്കിയതാ. ഏയ് ഓക്കെ. എന്നാ അവന്റെ കുറച്ചുകൂടി നോക്ക, നിനക്ക് ഇനിയും കിട്ടുമായിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ എല്ലാവരുടെയും പേപ്പർ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് രജിസ്റ്റർ നമ്പറൊക്കെ എഴുതി വെക്കണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാവും.
അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലെങ്ങാനും ഒരു കുത്തോ എന്തെങ്കിലും ഒരു വരയിൽ മിസ് കാണട്ടെ അപ്പം ഇവിടുന്ന് പുറത്താക്കും. അതുപോലത്തെ ഒന്നും ചെയ്യരുത്. സ്കോഡ് വന്നാലേ വലിയ പ്രശ്നവും. അതുകൊണ്ടാ മിസ് പറയുന്നേ. രജിസ്റ്റർ നമ്പർ മറക്കരുത്, കൃത്യമായിട്ട് എഴുതണം. പിന്നെ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെക്ക് ചെയ്യുവേ, അതിലെല്ലാവരുടെയും പേരും ഒപ്പും രജിസ്റ്റർ നമ്പറും വേണം. അത് വെച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനായിട്ട്. എന്തൊക്കെയാ ഇവ എഴുതി വെച്ചിരിക്കുന്നേ? മനസ്സിലാവുന്നില്ലല്ലോ. അപ്പു 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 എടാ പിന്നില്ലേ ആ പിരമിഡ് എന്താ ഫസ്റ്റ് എഴുതുക ഒന്ന് പറയോ? അയ്യോ എനിക്കത് കിട്ടിയിട്ടില്ല, സോറി. എന്തു കള്ളവ ഇവൻ പറയുന്നേ? ഇവൻ അതൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് ചേരുമ്പോഴെങ്കിലും ചോദിക്കാം, അതും കിട്ടിയിട്ടുണ്ടാവില്ല. എന്തു ആ പിള്ളേരെ ഇത്? ഞാൻ കൂപ്പിടിക്കേണ്ടെന്ന് പറഞ്ഞതല്ലേ മിസ്റ്റർ. എന്നെ കൂപ്പിടിക്കുന്നേ? മിസ്സേ ഞാനല്ല കോപ്പിടിച്ച്, അവൻ എന്നോട് ചോദിച്ചതാ മിസ്സേ. ആര് ചോദിച്ചാലും തിരിയണ്ട അല്ല പിന്നെ. ഓക്കെ മിസ്. ഷോ ഇതിനെ കൂടെ തോറ്റല്ലോ ഈ മിസ്സിനെ കൊണ്ട്. ഒന്ന് കൂപ്പിടിക്കാൻ വെക്കുമ്പോ അല്ല നീ എന്താ എന്റെ പേപ്പറിൽ നോക്കി ഇങ്ങനെ നിൽക്കുന്നേ? അല്ല അത് വെറുതെ എന്താടി ഇങ്ങനെ സംസാരിക്കുന്നേ? കുറച്ചു മുന്നേ നിന്റെ സംസാരം ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അത് പിന്നെ പല രീതിയിലുണ്ടാവും സംസാരം. അതുപോലെയാണോ? SLC എക്സാം ആണെന്നുള്ള ഒരു ബോധം നിൽക്കണമെങ്കിൽ നീ പഠിച്ചു വന്നേനെ. എന്താടി ഒന്ന് 10 മാർക്കിനെങ്കിലും ഒന്ന് പറഞ്ഞതാ, എന്നാലേ ജയിക്കൂ. എന്റെ പൊന്നു മഞ്ജു, അതുപോലെ നിനക്ക് അറിയില്ലല്ലോ. 5 മാർക്ക് മതി, 80 മാർക്കിന് 10 മാർക്ക്, മനസ്സിലായല്ലോ? എന്നാലേ നീ ഇപ്പൊ എഴുതാൻ നിൽക്കണ്ട, നീ ഉള്ളത് വെച്ച് ഓണം പോലെ കഴിയാൻ നോക്ക്. നാൻസി എനിക്കില്ലേ ആ 6-ാമത്തിനും 7-ാമത്തിനും 8-ാമത്തിനും ആൻസർ പറഞ്ഞുതരോ? പിന്നെ 6-ാമത്തെ പത്ര, അതേപോലെ 8-ാമത്തെ കവിത ആശി, ഇതെങ്ങനെ ഞാൻ പറഞ്ഞുതരും? നിനക്ക് പഠിച്ചു വന്നൂടായിരുന്നോ? അല്ലെങ്കിൽ ആ കവിത എഴുതിയെടുത്തേക്ക് മാർക്ക് ഇട്ടായിരിക്കും ഒരു 1 1.5. എടി ഈ പത്രം എന്താ പത്രവാർത്ത എഴുതാനാണോ? ആടി പത്രവാർത്ത. എന്റെ പൊന്നു മഞ്ജു, അത് കട്ടാണ് എഴുതാണ്ടേ. ഞാൻ പറഞ്ഞുതരാം. തും കൈസേ ഹോം ടീക്ക് ഹോണ അങ്ങനെ എഴുതിക്കൂടെ, അപ്പൊ മാർക്ക് കിട്ടിക്കോളും. മനസ്സിലായല്ലോ? എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, അല്ലെങ്കിൽ ഹിന്ദിക്ക് ടൈം കിട്ടൂല. എനിക്ക് ഒരുപാട് എഴുതാറുണ്ട്, സോറി. നാൻസി നീ എഴുതൊക്കെ തെറ്റൂടി, ഞാൻ നിന്നെ ശപിച്ചിരിക്കണേ. അല്ലേ പിന്നെ എന്നാലും മിസ് എന്നെ കുറിച്ച് എന്ത് കരുതിക്കാണ്? ഞാൻ എന്തോരം പഠിച്ചു വന്നിട്ട് ഇംപ്രസ് ആവുന്നതാരോ ടീച്ചറിന് മുന്നിൽ. ഈ മനുവിനെ പറഞ്ഞാ മതി. ദൈവമേ ഇവളൊക്കെ എന്താ ചെയ്ത്? മഞ്ജു ആ ചേരുമ്പടി നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലേ ഒന്ന് പറഞ്ഞുതരോ? എന്താ മഞ്ജു? എന്താ മഞ്ജു ഒന്ന് പറഞ്ഞു താ, ആ മിസ് കാണുമ്പോഴേക്കും. ഞാൻ പറഞ്ഞാ മതിയോടാ? ആ മതി മിസ്. അയ്യോ മിസ്സേ, ഞാൻ അത് അറിയാതെ അത് അവളെ മിസ് സോറി മിസ്സേ, കോപ്പടിക്കില്ല മിസ്സേ, എന്നെ പുറത്താക്കരുത് മിസ്സേ പ്ലീസ്. പുറത്താക്കണേ വേണം, ഞാൻ തീരുമാനിച്ചോളാം. മോനെ കേട്ടാ നോക്കടാ.